ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ബ്ലൗസുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൗസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാട്ടോ. ഇത് ഇങ്ങനെ ചെക്കഡ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർട്ട് സിൽക്ക് എന്നാണ്. പിന്നെ ഞാൻ മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാട്ടോ. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. ബാക്ക് ഇങ്ങനെ കയറിയിട്ടാണ് ഇവിടെ ഹുക്സ് വരും. അഴിച്ചിടാൻ കുറച്ച് ഭാഗമുണ്ട് കേട്ടോ. എൽബോൻ്റെ മേലെയാണ് സ്ലീവ് നിൽക്കുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ഇത് നോൺ പാഡഡ് ആയിട്ടുള്ള ബ്ലൗസാണ്. പിന്നെ മെറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൗസാണ്. ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 384 റുപ്പീസിനാണ്. ഞാൻ പർച്ചേസ് ചെയ്ത സൈസ് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസാണ്. സ്ലീവ് മാത്രം ചെറിയ രീതിയിൽ ലൂസാണ്, പക്ഷെ അത് വലിയ കുഴപ്പമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നെക്കിലും ഇവിടെയൊക്കെ ഗോട്ടപ്പട്ടി ലേസ് വരുന്നുണ്ട്. സ്ലീവ് ആണെങ്കിൽ എൽബോനേക്കാളും കുറച്ചുകൂടി കയറിയിട്ടാട്ടോ നിൽക്കുന്നത്. ഏതായാലും ഇവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബാക്കിലാണെങ്കിൽ വീനെക്കാണ്. ഇവിടെയും കോട്ടാപ്പട്ടി ലേസ് വരുന്നുണ്ട്. ഇവിടെ ആട്ടോ ഹുക്സ്. പിന്നെ ഇവിടെ വള്ളിയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ആട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ടൈറ്റ് ആണെങ്കിൽ അഴിച്ചിടാൻ ഇത്രയും ഭാഗമുണ്ട് കേട്ടോ. വേറെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാൻ പർച്ചേസ് ചെയ്ത് 384 റുപ്പീസിനാണ്. അടുത്തത് കോട്ടൺ പ്രിൻറ്റഡ് ബ്ലൗസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ആട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ്. ലോങ് സ്ലീവ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലാണ് ഹുക്സ്. പിന്നെ നെക്കിൽ പൈപ്പിങ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ബാക്ക് ഇങ്ങനെ കയറിയിട്ടാട്ടോ. ഇവിടെ ഉണ്ട് ഇങ്ങനെ പൈപ്പിംഗ്. ലോങ് സ്ലീവ്സ് ആണ്. ബോഡി എനിക്ക് കറക്റ്റ് ആട്ടോ. സ്ലീവ്സ് കുറച്ച് ലൂസാണ്, പക്ഷേ അത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഞാൻ അത് മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ടൈറ്റ് ആണെങ്കിൽ ഇത്രയും ഭാഗമുണ്ട് കേട്ടോ അഴിച്ചിടാൻ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ അത് മേടിച്ചത് 215 റുപ്പീസിനാണ്. 215. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. നെറ്റ് മെറ്റീരിയലാട്ടോ വരുന്നത്. ഇവിടം തൊട്ട് ലൈനിങ് ഉണ്ട്. പിന്നെ ഇത് പാഡിങ് ഉള്ള ബ്ലൗസാട്ടോ. ഞാൻ അത് മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ ഒരു നെറ്റിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് സ്വീക്കൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. സ്ലീവ്സ് ആണെങ്കിൽ ഒരു ക്വാർട്ടർ ലെങ്ത് ആട്ടോ വരുന്നത്. ഏകദേശം ഹാഫ് ലെങ്ത് വരുന്നില്ല, അതിനേക്കാളും കുറച്ച് കുറവാണ്. പിന്നെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ വള്ളിയുണ്ട്. ഇവിടെ ആട്ടോ ഹുക്സ് വരുന്നത്. ബ്ലൗസിനാണെങ്കിൽ നെക്കിൽ പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ബാക്കിൽ ഇവിടെയൊക്കെ പൈപ്പിങ് വരുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ തന്നെ ആട്ടോ വരുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. ഞാനത് മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്തത് 233 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്ലൗസാണ്. വിസ്കസ് റയോൺ മെറ്റീരിയലാട്ടോ. മോട്ടിഫ് പ്രിൻ്റ് ആണ്. പിന്നെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ. കയറിയിട്ടുള്ള നെക്കാണ്. ബാക്കിലും ഇങ്ങനെ കയറിയിട്ടാട്ടോ. ആൻഡ് ഇവിടെയാണ് ഹുക്സ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. അഴിച്ചിടാനാണെങ്കിൽ ഇതിൽ അധികം ഇല്ല കേട്ടോ. ഞാൻ മേടിച്ച സൈസ് 34 ആട്ടോ. വെറും 34 ഈ ഒരു റേഞ്ചിൽ 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസ് അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ ഈ ഒരു റേഞ്ചിൽ വേറെ കുറേ പ്രിൻസ് ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ഉണ്ട്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 343 റുപ്പീസിനാണ്. അടുത്തത് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാട്ടോ. ഇതിൽ വേറെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട്. വീനെക്കാണ്. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്ക് ഇങ്ങനെ കയറിയിട്ടാണ്. ഇവിടെയാണ് ഹുക്സ് വരുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് മേടിച്ചത് 34 സൈസിലാണ്. പിന്നെ അഴിച്ചിടാനാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് കുറച്ച് ഭാഗമുള്ളത്.
അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 346 റുപ്പീസിനാണ്. അതൊരു വെറൈറ്റി ടൈപ്പ് ബ്ലൗസാണ്. കാണുന്ന നമ്മുടെ ബ്ലൗസ് ബ്ലാക്ക് ഷെയ്ഡായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൽ വേറെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ ലോങ് സ്ലീവ്സ് ആണ് വരുന്നത്. ചെറുതായിട്ട് പഫ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ ഉണ്ട്. ഇവിടെ അറ്റത്ത് ഇങ്ങനെ പടി. പിന്നെ ഇത് പാഡഡ് ആയിട്ടുള്ള ബ്ലൗസാണ്. ബാക്കിലാണെങ്കിൽ ഇവിടെ വള്ളിയുണ്ട്. ഇവിടെ ആട്ടോ ഹുക്സ് വരുന്നത്. പിന്നെ നെക്കിലാണെങ്കിൽ ബാക്കിലും പിന്നെ താഴെയും ഫ്രണ്ട് നെക്കിലും പിന്നെ താഴെയും പൈപ്പിംഗ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ബ്ലൗസിനാണെങ്കിൽ സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. ഈ ഒരു പാർട്ടിൽ ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് വരുന്നുണ്ട്. ഇവിടെ ഇത്രയുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം അഴിച്ചിടാൻ. വേറെ സ്റ്റിച്ചൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നമ്മളിനി ടൈറ്റായിട്ട് അഴിച്ചിടാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അഴിച്ചിടാൻ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 316 റുപ്പീസിനാണ്. 316. അടുത്തത് ഈ ഒരു ബ്ലൗസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആർട്ട് സിൽക്കിൽ നിന്നാണ്. എൽബോൻ്റെ എബോ ആണ് സ്ലീവ്സ് നിൽക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ കയറിയിട്ടാട്ടോ നെക്ക്. ബാക്കിലാണ് ഹുക്സ് വരുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. വേറെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇത് ഗ്രീൻ കളറാണ്. പിന്നെ ചില സൈഡ് നോക്കുമ്പോൾ വേറെ ഷെയ്ഡായിട്ട് തോന്നും കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ഞാൻ പർച്ചേസ് ചെയ്ത് 359 റുപ്പീസിനാണ്. അടുത്തത് ബാന്തിനി പ്രിൻ്റ് വരുന്ന ഈ ഒരു ബ്ലൗസാണ്. ഇതാണെങ്കിൽ നമ്മളിങ്ങനെ സാധാ ബ്ലൗസ് ഇടുന്ന പോലെയല്ല കേട്ടോ ഇടുന്നത്. നമ്മളൊരു ടോപ്പ് ഇടുന്ന പോലെയാണ് ഇടുന്നത്. ഇതിന് ഹുക്സ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഹുക്സിൻ്റെ ആവശ്യമില്ല. ഷോർട്ട് സ്ലീവ്സിനേക്കാളും കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്. നെക്കിൻ്റെ ഇവിടെ ബോൾ പോലത്തെ ഒരു പൈപ്പിംഗ് പോയിട്ടുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. വെയർ ചെയ്യാൻ ഇതിൻ്റെ വേറെ കളർ ചേഞ്ചസ് ഉണ്ട്. ഞാൻ മേടിച്ചത് 34 സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 257 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന കോട്ടൺ ബ്ലെൻഡാണ്. സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ഷോർട്ട് സ്ലീവ്സ് ഉള്ള ബ്ലൗസാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ചാന്തേരി സിൽക്ക് കേട്ടോ. സ്ലീവ്സിൻ്റെ അറ്റത്ത് പൈപ്പിംഗ് ഉണ്ട്. നെക്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ പൈപ്പിംഗ്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പൈപ്പിംഗ്. പിന്നെ ഇത് പാഡഡ് ആയിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഇതിന് ഇട്ടിട്ട് ഫീൽ ആയത് എന്താണെന്ന് വെച്ചാൽ ഈ പാഡ് ഇവിടെ ഫിറ്റ് ചെയ്ത് കുറച്ച് മേളിലായി പോയി തോന്നും കേട്ടോ. ചിലപ്പോൾ എനിക്ക് കിട്ടിയ പീസിന് മാത്രം അങ്ങനെ ആയിപ്പോയതായിരിക്കും കേട്ടോ. അറിയത്തില്ല. ഇങ്ങനത്തെ മോഡൽ ബ്ലൗസ് ഞാൻ വേറെ ലിങ്കിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് പ്രശ്നമില്ലായിരുന്നേ. അപ്പോൾ ബാക്കിൽ വള്ളി വരുന്നുണ്ട്. ഇവിടെയാണ് ഹുക്സ്. പിന്നെ ലൈനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മേടിച്ചത് 34 എന്ന് പറഞ്ഞ സൈസിലാണ് കേട്ടോ. ഓൾട്ടർ ചെയ്യാൻ അധികം ഇല്ല ഇതിന്, ഇങ്ങനെ അഴിച്ചിടാൻ. ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട്. ഞാനത് മേടിച്ചത് 290 റുപ്പീസിനാണ്. 290. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.